നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിന് വളരെ വിജയകരമായി കഴിഞ്ഞ ഒരു 11 വർഷമായി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞാനും അതോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തക തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥും വളരെ അഭിമാനത്തോടെയാണ് തിരുവനന്തപുരത്തെ മാധ്യമ സമൂഹത്തെ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന NDA മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി ഞങ്ങൾ മത്സരിച്ചിരുന്നു. ഞങ്ങൾ മത്സരിച്ച സമയത്ത് ഭരണം BJPക്ക് ഒരു അവസരം തരണമെന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചപ്പോൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളുമായി വന്ന് മത്സരിക്കുന്നു എന്ന നിലയിലല്ല ഞങ്ങളെ കാണേണ്ടത്. 2015 മുതൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയാണ് പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്നത്. 2010 മുതൽ നാളിതുവരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ വിലയിരുത്തിയതിന് ശേഷം ഞങ്ങൾക്കൊരു അവസരം തരണം എന്ന് പറയുമ്പോൾ, നിങ്ങൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 5 വർഷവും ഞങ്ങൾ വീട്ടിൽ ഉറങ്ങിയതിനേക്കാൾ കൂടുതൽ തെരുവുകളിലായിരുന്നു, കോർപ്പറേഷൻ ഓഫീസിനുള്ളിലായിരുന്നു, പോലീസ് ക്യാമ്പുകളിലായിരുന്നു, പോലീസ് സ്റ്റേഷനുകളിലായിരുന്നു, ആശുപത്രികളിലായിരുന്നു. ഇതെല്ലാം തന്നെ ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങളോടൊപ്പം റോഡിലും കോർപ്പറേഷൻ ഓഫീസിൻ്റെ കോമ്പൗണ്ടിലും ഉള്ളിലുമൊക്കെ തന്നെ യാതനകൾ സഹിച്ച് ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തവരാണ് ഈ ഇരിക്കുന്നതിൽ പല മാധ്യമപ്രവർത്തകരും. ഞങ്ങളെ തല്ലാൻ വന്ന പോലീസിൻ്റെ ലാത്തി ഗതിമാറി തല്ല് വാങ്ങിക്കൂട്ടിയ ചില ഫോട്ടോഗ്രാഫർമാരും റിപ്പോർട്ടർമാരും ഒക്കെ ആരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിൽ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതേ കാര്യങ്ങൾ, ഞാൻ ചുരുക്കി പറഞ്ഞ ഇതേ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് വരച്ച് കാട്ടിയിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതോടൊപ്പം തന്നെ ഒരവസരം BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലഭിച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് വേണ്ടിയും കോർപ്പറേഷന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത്, ഞങ്ങളുടെ സ്വപ്നം എന്താണ്, കാഴ്ചപ്പാട് എന്താണ് എന്ന് ഞങ്ങൾ മറ്റൊരു തരത്തിൽ പറഞ്ഞു. ഇത് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളും രാഷ്ട്രീയ ഭരണപരമായ സഹായങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്ന കേന്ദ്രം ഏതാണ് എന്ന് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടി. കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, അതിന് നേതൃത്വം വിജയകരമായി നൽകുന്ന നരേന്ദ്രമോദിയുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയപ്പോഴേക്കും ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തന്നിരിക്കുകയാണ്. 101 ജനപ്രതിനിധികളുള്ളതിൽ 50 പേരെ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുവാനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഭരണത്തിലെത്താൻ സാധിച്ചത്. ആശാനാഥ്, ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇപ്പോൾ 24 മണിക്കൂർ ആയിട്ടില്ല. ഞാൻ ഇന്നലെ ഒരു മണിക്കാണ് 1 മണിക്കാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആശ 4 മണിക്കാണ് ചെയ്തത്. അപ്പോൾ 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരെ കാണുവാനും ഇക്കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്.